എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവയ്ക്കുക ആത്മാക്കളെ കുറിച്ച് തന്നെയാണ്. ആത്മാക്കളുടെ സ്വാധീനം നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുമോ? 1988 ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് ആമവാദമാണ്, റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന രോഗമാണ്. അപ്പോൾ ആ മകള് അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാ മാസവും 24 ദിവസം കുത്തിവയ്പ്പ് എടുക്കണം. പെൻസിൽ ഇഞ്ചക്ഷനാണ് കുത്തിവയ്ക്കുക. ആ മരുന്നിൻ്റെ പേര് തന്നെ പെനിഡിയോർ എന്നാണ്. പെനിഡിയോർ ഇഞ്ചക്ഷൻ, പെൻസിൽ ഇഞ്ചക്ഷൻ. എല്ലാ മാസവും 24 ദിവസം കുത്തിവയ്പ്പ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ മരുന്ന് കൊണ്ടാണ് ഇങ്ങനെ രോഗത്തെ അമർത്തി വെച്ചിരിക്കുക. കാലങ്ങളായി എന്തെങ്കിലും മരുന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ വേദന വരും. കൈ പൊട്ടുകൾ, കാലം, എല്ലാ സന്ധിബന്ധങ്ങളും വേദനയാണ്. നീര് വരിക,
കൈവിരലുകൾ മടക്കാൻ പറ്റില്ല. അതാണ് ആ രോഗത്തിൻ്റെ അടയാളം. അതാണ് അനേകം പേർ അതിൻ്റെ ആ രോഗമുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഇത് പറയുക. അപ്പോൾ ഈ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ടായിരുന്നു. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ അവരുടെ ചിന്തപ്പെട്ട രക്തമാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് മനസ്സിലായത് അബോർഷനാണ്, ഗർഭചിത്രമാണ്. അപ്പോൾ എവിടെയാണ് ഈ ഗർഭചിത്രം സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു താൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷെ തൻ്റെ പിതാവ് ഒരു ഹോസ്പിറ്റലിൽ നടന്ന വ്യക്തിയായിരുന്നു. അവിടെ അദ്ദേഹം പലപ്പോഴും അബോർഷൻ നടത്തിയിട്ടുണ്ട് പണത്തിന് വേണ്ടി. അത് എല്ലാവരും തടസ്സപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന് അത് ഒരു ജീവിത വരുമാനമായിട്ട് എടുത്ത് യാതൊരു മയവുമില്ലാതെ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് മനസ്സിലായി ആ കുഞ്ഞുങ്ങളുടെ രക്തമാണ് നിലവിളി. ആ നിലവിളിയാണ് ഈ വ്യക്തിയുടെ രോഗത്തിൻ്റെ കാരണം. ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളുടെ മരുന്ന് നിർത്തിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കാര്യം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അബോർട്ടിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ കുർബാനയ്ക്ക് പണം കൊടുത്ത് കുർബാന ചൊല്ലിക്കുക. പ്രിയപ്പെട്ടവരെ, അന്ന് പ്രാർത്ഥിച്ച ദിവസം, അതുതന്നെ അത് ആ മകളുടെ അപ്പൻ്റെ ആണ്ടായിരുന്നു അന്ന്. ആ ദിവസം തന്നെ പ്രാർത്ഥിച്ച ദിവസം ആ മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പാവങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യമാണ് കർത്താവ് കൊടുത്തത്. 1988-89 സംഭവിച്ചൊരു കാര്യമാണ്. ആ രോഗത്തെ ദൈവം അങ്ങനെ പറിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒരിക്കൽ പോലും ആ രോഗം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ വളരെ വ്യക്തമായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സൗഖ്യം ഇതാണ്. ആർത്തലൈറ്റിസ് രോഗത്തിന് സൗഖ്യം കിട്ടുകയാണ്. നമ്മളെ പീഡിപ്പിക്കുന്ന അനേക രോഗങ്ങളുടെ പിറകിൽ ആത്മാക്കളുടെ നിലവിളിയുണ്ട്. രക്ഷപ്പെടാത്ത തലമുറകളുടെ പാപത്തിൻ്റെ സ്വാധീനം അത് ശക്തമായി എല്ലാ മനുഷ്യരിലുമുണ്ട്. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ ചെയ്തു പോയ, നമ്മുടെ കാരണന്മാർ ചെയ്തു പോയ പാപങ്ങൾ, അത് അതിൻ്റെ ഫലങ്ങളായ ശാപങ്ങളും ശിക്ഷയും അവരുടെ രക്തത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുകയാണ്. ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ജീനുകളിലൂടെയാണ് മാതാപിതാക്കന്മാരുടെയും തലമുറകളുടെയും എല്ലാ ഘടനകളും ഒരു ശിശുവിലേക്ക് പകരപ്പെടുക. ശാസ്ത്രം തെളിയിക്കുന്ന കാര്യമാണ്, ജീനുകളിലൂടെ. അപ്പോൾ അതേ ജീനുകളിലൂടെ തന്നെയാണ് ഈ ശാപങ്ങളും പാപങ്ങളും ശിക്ഷയും ഒരു മാതൃഗർഭത്തിൽ ഉരുവാകുന്ന ശിശുവിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാരുടെയോ അവരുടെ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ ഒക്കെ എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആൾക്കാർ പറയാം, ഇത് കണ്ട വല്യപ്പൻ്റെ ചെവിയാണ്, വല്യപ്പൻ്റെ കണ്ണാണ്, മൂക്കാണ്, അല്ലെ വല്യമ്മയുടെയാണ്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണത്? ആ ബന്ധം അവിടെ വന്നതുകൊണ്ടാണ്, മറ്റൊരു പതിപ്പായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബന്ധം അങ്ങനെ ശാരീരികമായ തലത്തിൽ കടന്നു വരുന്നു. 2, സ്വഭാവങ്ങൾ, ആ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ അല്ല അപ്പൻ്റെയോ അമ്മയുടെയോ സ്വഭാവങ്ങൾ, അവരുണ്ടാക്കുന്ന ശബ്ദങ്ങൾ, അവരുടെ സംസാര രീതികൾ, അവർ നോക്കുന്നത്, അവർ ചിരിക്കുന്നത് പോലെ, അതുപോലെ തന്നെയായിരിക്കാം കുഞ്ഞുങ്ങൾ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങൾ നാളെ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണത്? ആ രക്തത്തിൽ നിന്ന് വരുന്നതായ ആ പ്രവൃത്തിയാണത്. അതുപോലെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളതായ എന്താ പറയുക, പാപങ്ങളും ശാപങ്ങളും ഒക്കെ അതും ആ കുഞ്ഞുങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിലേക്ക് വരികയാണ്, അതിൻ്റെ അബോധതലത്തിൽ അതിൻ്റെ രക്തത്തിൽ വന്ന് പടരുകയാണ്. ആ കുഞ്ഞ് വളർന്നതനുസരിച്ച് ആ ശരീരത്തിൽ വന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു സ്വാഭാവികമായൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലമുറകളുടെ പാപത്തിൻ്റെ വലിയൊരു സ്വാധീനം എല്ലാ മനുഷ്യരിലുമുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളിലുമുണ്ട്, നമ്മൾക്ക് പകരപ്പെടുകയാണ്. ഇന്ന് പലതരത്തിലുള്ള രോഗങ്ങളാൽ നമ്മൾ വലയുമ്പോൾ എത്ര മരുന്ന് കഴിച്ചാലും മാറ്റമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ തലമുറയിൽ ഇതേ രോഗത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് മരുന്ന്. നിങ്ങളുടെ തലമുറയിൽ ഒരു നമുക്ക് അറിഞ്ഞുകൂടായിരിക്കാം, കഴിഞ്ഞ 700 വർഷക്കാലം ജീവിച്ച് മരിച്ചവരുടെ ശക്തമായ സ്വാധീനം ഈ തലമുറയ്ക്കുണ്ട്. 700 വർഷം എന്ന് പറഞ്ഞാൽ 7 തലമുറയാണ്. ബൈബിൾ കണക്ക് 7 തലമുറയാണ് 700 വർഷം. അപ്പോൾ ഈ 700 വർഷക്കാലം ജീവിച്ച് മരിച്ചോ 7 തലമുറകളുടെ ശക്തമായ സ്വാധീനം ഈ തലമുറ ജീവിക്കുന്ന ഓരോ മനുഷ്യരും മേലും ഉണ്ട്. 7 തലമുറ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്,
പക്ഷെ അത് ഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ 7 തലമുറയിൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കണക്ക് പ്രകാരം അപ്പൻ, വലിയപ്പൻ, അല്ല അതിനുമുള്ള അപ്പൻ, ഒരു 4 തലങ്ങൾ വരെയും, 4 തലമുറ എന്ന് പറയും. നമ്മുടെ കണക്ക് 4 തലമുറ അങ്ങനെയാണ്. പക്ഷെ ബൈബിളിലെ കണക്ക് ഉൽപ്പത്തി 15, 13, 16 വചനപ്രകാരം ഒരു തലമുറ 100 വർഷമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്ക് പ്രകാരം ഈ തലമുറ അപ്പൻ, വലിയപ്പൻ, അതിനുള്ള അപ്പൻ, 4 തലമുറ നമ്മൾ പറയും. പക്ഷേ ഈ 4 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് ഈ 700 വർഷക്കാലം ജീവിച്ച് മരിച്ചുപോയ അനേകം തലമുറകളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ ആ ആത്മാക്കൾ രക്ഷ പ്രാപിക്കാൻ നമ്മൾ വഴിയൊരു കൊടുക്കുക, അവസരം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാർത്ഥന ഉദ്ദേശം. ആത്മാക്കളെ രക്ഷപ്പെടുത്തുക, അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് രക്ഷയുണ്ട്, അവർക്ക് പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ വേദനകളും തകർച്ചകളും നമ്മൾ അത് ദൈവത്തിന് തള്ളിപ്പറയുന്നൊരവസ്ഥയാക്കി മാറ്റാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന തയ്യാറാകുന്നെങ്കിൽ നമുക്ക് സൗഖ്യമാകും, അവർക്ക് രക്ഷയായിട്ട് മാറും. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരു മകൻ മനസ്യരോഗം ബാധിച്ച് വർഷങ്ങളായി മനോരോഗിയാണ്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹത്തിന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, കരണ്ട് അടുപ്പിച്ചെന്ന് ചികിത്സയാണ്. അത് പല പ്രാവശ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക. കരണ്ട് അടുപ്പിക്കുകയാണ്, വ്യക്തിയുടെ കൊടയാണ്, അതിഭയങ്കരമായ ശാരീരിക പീഡയാണ് ശരീരത്തിൻ്റെ മനസ്സിനുമെല്ലാം. ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം തകർന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്കൊരു കത്ത് അയച്ചതിനോട് പറഞ്ഞു, ബ്രദറെ, ഇന്ന മാതിരിയാണ് എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ, ജീവിതം തകർന്നു പോയി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ വേദനയോടെ കണ്ണീരോടെ ആ കത്ത് അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. അന്നൊന്നും മൊബൈൽ ഫോണുള്ള കാലമല്ല, അതുകൊണ്ടാണ് കത്ത് അയക്കുന്നത്. അപ്പോൾ ഞാനതിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. എനിക്ക് അന്ന് ഈ ആത്മാക്കളെ കുറിച്ചൊക്കെ ചില വെളിപ്പെടുത്തൽ കിട്ടിയിട്ടുള്ള കാലമാണ്. മരിച്ചവരുടെ സ്വാധീനം നമ്മളിൽ ഉണ്ടായി എന്നുള്ളൊരു അറിവും അനുഭവങ്ങളും പല സംഭവങ്ങളിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചു പോയിട്ടുള്ളവരുടെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ആരൊക്കെയാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ അവസ്ഥയിൽ വേദനിച്ച് മരിച്ചവരുണ്ടോ, ഈ മാനസികരോഗമെന്ന് മരിച്ചവരുണ്ടോ, അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എന്നോടൊന്ന് പറയണം. എനിക്ക് പിന്നെ 1 മാസം കഴിഞ്ഞ് ഇവരുടെ കത്ത് വരുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അവരുടെ തലമുറകളിൽ സംഭവിച്ചതായ ചില ദുരന്തങ്ങളാണ്. എന്നാൽ അതിലൊരു സംഭവം എൻ്റെ ഹൃദയത്തെ വളരെയേറെ സ്പർശിച്ചതായിരുന്നു. ആ കുടുംബത്തിൽ അവരുടെ ഒരു ശാഖയിൽ കഴിഞ്ഞ തലമുറകളിലാണ് ഒരു കുടുംബത്തിൽ, സമാനമായ കുടുംബമാണ്, അവിടെ ഒരു കുടുംബത്തിൽ സഹോദരിക്ക് രോഗമുണ്ടായി. അത് കുഷ്ഠരോഗമാണെന്ന് കണ്ടുപിടിച്ചു. അന്ന് കുഷ്ഠത്തിന് മരുന്നൊന്നുമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് തിരുവനന്തപുരത്തിനടുത്ത് അവിടെ മാത്രമാണ് ഒരു കുഷ്ഠരോഗ ആശുപത്രി ഉള്ളത്. അപ്പോൾ ഈ സ്ത്രീയെ ഒരിക്കലും അവർക്ക് വീട്ടിൽ നിർത്താൻ, വിവാഹിതയല്ല, 10-25 വയസ്സേ പ്രായമുള്ളൂ, വിവാഹിതയല്ല. ഇവരെ വീട്ടിൽ നിർത്താൻ സാധിക്കത്തില്ല, കാരണം ഈ രോഗമാണ്, വേഗത്തിൽ പടരും. അത് ഇവർ തിരുവനന്തപുരത്തിലെ ഹോസ്പിറ്റലിൽ ഈ സഹോദരി അഡ്മിറ്റ് ചെയ്തു. 2 സഹോദരന്മാരാണ്. എന്നിട്ട് ഡോക്ടർക്ക് ഇവർ കാശ് കൊടുത്തിട്ട് പറഞ്ഞു, യാതൊരു കാരണവശാലും ഇവിടെ തിരിച്ചയക്കരുത്, കാരണം കുഷ്ഠം സുഖപ്പെടത്തില്ല, സുഖപ്പെടാനുള്ള ഒന്നുമില്ല, സുഖപ്പെടാൻ സാധ്യമല്ല. നമുക്കറിയാം, യഹൂദ നാട്ടിലൊക്കെ ആണെങ്കിൽ, ആ ഇസ്രായേൽ നാട്ടിൽ നമുക്കറിയാം, അവിടെയൊക്കെ കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് കലിപ്പിക്കപ്പെടുകയാണ്. പിന്നെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അവർ പിന്നെ താമസിക്കേണ്ട മലയിടുക്കുകളിലും ഗുഹകളിലും ഒക്കെയാണ്. വീട്ടുകാർ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾ ദൂരെ നിന്ന് ഇട്ടിട്ട് പോകും. അവർ പോയി കഴിയുമ്പോൾ ഇവർ വന്ന് എടുത്ത് ഭക്ഷിക്കും. അങ്ങനെ ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഈ കുഷ്ഠരോഗികൾ എന്ന് പറയുക. സുഖമില്ലാത്ത, സൗഖ്യപ്പെടാത്തൊരു രോഗമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഈ മകളെ അവർ ഉപേക്ഷിച്ചു, അവിടെ ആശുപത്രിയിലാക്കിയിട്ട് ഇവർ തിരിച്ചു പോകുന്നു. കുറേ മാസം കഴിഞ്ഞപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി, തന്നെ അന്വേഷിച്ച് ആരും വരില്ല, തന്നെ സഹോദരന്മാർ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത്. പക്ഷെ ഇവരുടെ രോഗമൊക്കെ കുറച്ച് കുറവൊക്കെ വന്നു. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം വലിയ ആഗ്രഹമായി. ഡോക്ടർ വിടാനും തയ്യാറല്ല. ഒടുവിൽ ഈ മകള് ആരും അറിയാതെ ഒളിച്ചു കിടന്നു. അവിടെ നിന്നും ആശുപത്രിയിൽ നിന്ന് പുറത്ത് കിടന്ന്, അന്ന് വാഹനങ്ങൾ ഉള്ള കാലമല്ല, തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ കോട്ടയം വരെയാണ് വരേണ്ടതെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരം, കാട്ടുപ്രദേശങ്ങൾ. അന്നൊക്കെ മനുഷ്യവാസം വളരെ കുറവാണ് ആ ദേശങ്ങൾക്കെല്ലാം. പക്ഷേ ഈ മകൾ അവിടെ നിന്ന് യാത്ര തിരിച്ച്
വളരെ ദിവസങ്ങൾ യാത്ര ചെയ്ത് ഈ യാത്രയിൽ എന്തെല്ലാം തരത്തിലുള്ള പീഡ നമ്മൾ കിട്ടി നമുക്കറിയില്ല. പക്ഷെ അവൾ വളരെയേറെ വേദനിക്കപ്പെട്ടു. പട്ടിണി കിടന്നിട്ടുണ്ട്. പലയിടത്തും പല ആളുകളിൽ നിന്നും അവൾ ആഹാരം മേടിച്ചിട്ടുണ്ടായിരിക്കാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവസാനമായ യാത്ര വന്ന് തിരുവല്ല എന്ന സ്ഥലത്ത് വന്ന് റോഡിൽ മരിച്ചു വീണ ആള്. അവിടെ കിടന്ന ഒരു അജ്ഞാത മൃതദേഹം നാട്ടുകാരെടുത്ത് സംസ്കരിച്ചു. 10 വർഷം മുമ്പാണ് സംഭവം. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വീട്ടുകാരെ വിവരം അറിയിച്ചു, ഈ ആളെ കാണാനില്ല. അപ്പോഴത്തേക്കും കുറേ കാലം കടന്നു പോയിരുന്നു. അന്വേഷിച്ചിട്ട് സഹോദരിയെ തേടി പോവുകയാണ്. അന്ന് കാളവണ്ടിയൊക്കെയുള്ള കാലമാണ്, മറ്റു വണ്ടികളൊന്നുമില്ല, കാളവണ്ടിയാണ് യാത്ര സൗകര്യമുള്ളത്. അന്വേഷിച്ച് പോകുന്നു, പല സ്ഥലത്ത് അന്വേഷിച്ചു. ഒടുവിൽ അറിഞ്ഞിങ്ങനെ ഒരു സ്ത്രീ തിരുവല്ലായിൽ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു ഇവിടെ മരിച്ചു, ഇവിടെ അടക്കിയെന്ന് പറഞ്ഞു. ആരാന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതാണ് സഹോദരിയാണ് അവർക്ക് മനസ്സിലായി. ആ ഒരു സംഭവം ഈ കത്തിൽ ഈ മകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വസ്തുതയിൽ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു വേദന തോന്നി. ഞാൻ ആ കത്ത് വായിച്ചു. അതിനുശേഷം ഞാനിവിടെ ഈ സൂര്യനിര സ്ഥലത്തിൻ്റെ കൃഷിഭൂമിയിലാണ്. അപ്പോൾ ഞാൻ കൃഷിത്തോട്ടത്തിലേക്ക് പോയി. അവിടെ തോട്ടത്തിലായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിൽ വലിയൊരു പ്രചോദനം, ഈ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോ വലിയൊരു വേദന എൻ്റെ ഹൃദയത്തെ പിടികൂടി. എത്രയോ ദാരുണമായിട്ടായിരിക്കും ഈ മകൾ മരിച്ചത്. ഞാനങ്ങനെ അവിടെ എൻ്റെ കൃഷിഭൂമിയിൽ ഒരു ചെറിയ കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ അമ്മയോട് ക്ഷമിക്കണം, അമ്മയോട് കരുണ തോന്നണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മേ എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ നിങ്ങളെ ഒത്തിരിയേറെ വേദനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി വേദന സഹിച്ചാണ് മരിച്ചത്. നിങ്ങളെ ഒറ്റപ്പെടുത്തി ഉപേക്ഷിച്ച് പോയ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, അവരോട് ക്ഷമിക്കണമേ. നമ്മളുടെ ഹൃദയം ഒരുക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ ഈ അമ്മയുടെ ആത്മാവിനോട് കരുണ തോന്നി, അമ്മകളുടെ പാപങ്ങൾ ക്ഷമിച്ച് അവളെ രക്ഷിക്കണമേ കർത്താവേ. ഇങ്ങനെ ഞാൻ പറഞ്ഞ് തീരുന്നതും പെട്ടെന്നൊരു ശബ്ദം എൻ്റെ മുമ്പിൽ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ആത്മാവ് നിൽക്കുകയാണ്. അന്നത്തെ വേഷമായ മുണ്ടും ചട്ടയുമാണ് ധരിച്ചിരിക്കുന്നത്. ഒരു കവണിയുണ്ട് തലയിൽ, ഇങ്ങനെ തലകൾ ഇട്ടിട്ടുണ്ട്. കൈകൂപ്പി പിടിച്ചുകൊണ്ട് ഈ സ്ത്രീ പറയുകയാണ്, നന്ദി. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവരെ കണ്ടു, ശബ്ദം ഞാൻ കേട്ടു. ആ നിമിഷം എൻ്റെ ശരീരത്തിൽ രോമമെല്ലാം വീഴുന്ന എനിക്കുണ്ടായ ആ വൈകാരിക തലം എന്ന് പറയുന്നത് ഭയമല്ല, പക്ഷെ ഐ വാസ് സോ എക്സൈറ്റഡ്. ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് ഭയങ്കരമായ സന്തോഷം, ഭയങ്കര ആനന്ദം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചാടി വരികയാണ്, പുറത്തു വരികയാണ്. ഒരാത്മാവിനെ കണ്ട അവർ സന്തോഷത്തോടുകൂടി അവർ പറയുന്ന ആ ഒരു നന്ദി എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഒരു ഭയങ്കരമായ സന്തോഷം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. ഞാൻ നിൽക്കുന്നത് ആ കാട്ടിനകത്താണ്, കൃഷിത്തോട്ടത്തിലാണ്, ആരുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, ഞാൻ ശബ്ദം ഞാൻ കേട്ടതാണ്. ഞാനൊരു കണ്ടതും ഒരു നല്ല രൂപത്തിലാണ് കാണുന്നത്, അത്ര ഒരു മോശമായ അവസ്ഥയിലല്ല, ഒരു പ്രകാശത്തിൻ്റെ തലത്തിലാണ് കാണുന്നത്. എനിക്ക് മനസ്സിലായ ദൈവം ആ നിമിഷം എൻ്റെ പ്രാർത്ഥന കേട്ടതാണ്. അതുകൊണ്ടാണ് ആ മകൾക്ക് രക്ഷ ലഭിച്ചത്, അതുകൊണ്ടാണ് നന്ദി എന്ന് പറഞ്ഞു വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് വലുതുമായിട്ട് പിന്നീട് പങ്കുവെച്ചു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഇടവക ദേവാലയത്തിൽ ഞാനൊന്നൊരു പ്രാർത്ഥന നടത്തുകയാണ്, ഒരു രാത്രി പ്രാർത്ഥന. ഈ നൈറ്റ് വിജിൽ നടക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ആ അമ്മയെ കണ്ടത് എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ വാസ്തവത്തിൽ ദൈവമേ അത് എനിക്ക് ഇപ്പോഴും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചത് എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കും, ഒരു ആത്മാവ് വരുമോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എനിക്കൊരു സ്ഥിരീകരണം വേണം. ഈ സ്ത്രീ ഇപ്പം ജീവിച്ചിരുന്നാൽ ഇവർക്ക് എത്ര വയസ്സ് പ്രായമുണ്ടാകും? ഇത് സംഭവിക്കാൻ 1989-90 ഈ അനുഭവം ഉണ്ടായത്. 89 വിചാരിക്കുന്നു. അപ്പം ചോദിക്കണം, എത്ര വയസ്സ് പ്രായമുണ്ടാകും ഈ സ്ത്രീ ജീവിച്ചിരുന്നാൽ? ഇതെൻ്റെ ചോദ്യം ഇതായിരുന്നു. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്, പള്ളിക്കകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ടുവന്നു, നല്ല പ്രകാശിക്കുന്ന അക്ഷരങ്ങൾ വന്നിട്ട് എഴുതി കാണിച്ചു,
120 വയസ്സ്. ഞാനത് വായിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നേരം എനിക്കൊന്നൊരു തെളിയിക്കപ്പെടണം. ഞാൻ ഒരു കത്ത് അയച്ചു അങ്ങോട്ട്. ആ സഹോദരിക്ക് എഴുതി ചോദിച്ചു, ഒന്ന് അന്വേഷിച്ചിട്ട് പറയണം എത്ര വയസ്സുണ്ടാവും ഈ അമ്മയ്ക്ക് ഇപ്പോൾ. അതിൽ മറുപടി വന്നപ്പോൾ അത് എഴുതിയിട്ടുണ്ട്, കൃത്യം അറിയില്ലെങ്കിലും ഒരു 100-120 വയസ്സ് പ്രായമുണ്ടാകും ഒരു ജീവിച്ചിരുന്ന ഇപ്പോൾ ഈ സമയം വരെയും. ഞാനോട് ദൈവമേ എത്ര കൃത്യമായിട്ട് കർത്താവ് അത് തെളിയിച്ചു. കാരണം ഞാൻ പറഞ്ഞു, ഞാനൊരു ശിശുവാണ്, ആത്മാവിൻ്റെ തലത്തിൽ ഒന്നും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസത്തെ ദൈവം സ്ഥിരീകരിക്കുകയായിരുന്നു, അവിടെ ഉറപ്പിക്കുകയാണ്. എനിക്ക് ഒരിക്കലും മറക്കാനാത്തൊരു അനുഭവമാണ്. ഒരു ആത്മാവ് വന്ന് നന്ദി പറഞ്ഞു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞിട്ട് പോവുക വലിയ അനുഭവമാണ്. വലിയൊരു അനുഭവമായിട്ട് എൻ്റെ വിശ്വാസം അത് ഉറപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറും. നമ്മളൊരിക്കലും വിചാരിക്കരുത്, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. പക്ഷേ ആ പ്രാർത്ഥനകൾ കേൾക്കപ്പെടേണ്ടതുപോലെ കേൾക്കപ്പെടുന്നില്ലെങ്കിലോ, ആ പ്രാർത്ഥനയ്ക്ക് തീക്ഷ്ണതയില്ലെങ്കിലോ, ആ പ്രാർത്ഥനയ്ക്ക് സമർപ്പണമില്ലെങ്കിലോ, ആ പ്രാർത്ഥനയ്ക്ക് കണ്ണീരില്ലെങ്കിലോ, അപ്പോൾ ദൈവം നമ്മളിത് ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയമുരുകിയ പ്രാർത്ഥന. അവരുടെ പാപങ്ങൾ കഠോരമാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥന ആവശ്യമാണ്. ഇനി ഒരാൾ മാത്രമല്ല, അങ്ങ് ഒരു ചങ്ങല പോലെ കിടക്കുകയല്ലേ രക്ഷപ്പെടാത്തവർ, എത്രയോ ആൾക്കാരാണ്. അപ്പോൾ അവർക്കെല്ലാം പ്രാർത്ഥന ആവശ്യമുണ്ട്. അതിൻ്റെതായ വലിയ ഭാരങ്ങൾ നമ്മളിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഒന്ന് വിശുദ്ധ കുർബാന. കുർബാനകളിൽ നമുക്ക് ആത്മാക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. 2 ജപമാല പ്രാർത്ഥന. പരിശുദ്ധ മറിയം ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ മറിയത്തിന് വലിയ ശക്തിയാണ് നമ്മൾ കൊടുക്കുന്നത് ആത്മാക്കളെ വീണ്ടെടുക്കുവാനായിട്ട്. അതിനെക്കുറിച്ച് പിന്നീട് വരും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ ഈ 2 സംഭവങ്ങളോട് പറഞ്ഞു. ആമവാദം എന്ന രോഗം സുഖപ്പെട്ടത് പ്രാർത്ഥനയിലൂടെയാണ്. ആ കുഞ്ഞുങ്ങളെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ രോഗിക്ക് സൗഖ്യമായിട്ട് മാറി. ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ചതാണ്. ആരംഭകാലം ഇതുപോലെ അനുഭവങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്ന, ആത്മാക്കളെ കണ്ട ഒരു സംഭവം. അതായത് ആത്മാക്കളെ അനേകരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ചില പ്രത്യേക സംഭവങ്ങൾ മാത്രമാണ്. 2004 വിചാരിക്കുന്നു, ഞാൻ ദുബായിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വിദേശ രാജ്യത്തേക്ക് പോവുക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഗ്രൂപ്പ് എന്നെ വിളിച്ചു. അങ്ങനെയാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കപ്പെട്ടത് ഒരു ഡോക്ടറുടെ വീട്ടിലായിരുന്നു. അവരുടെ പ്രധാന ബെഡ്റൂം എനിക്ക് വേണ്ടി ഒഴിച്ചു തന്നു. അദ്ദേഹവും ഭാര്യയും കുഞ്ഞുങ്ങളും വേറൊരു മുറിയിലേക്ക് അവർ മാറി. ഞാനവിടെ ചെന്ന് അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ എനിക്കൊരു സ്വപ്നമല്ല, ഒരു ദർശനം ഉണ്ടാവുകയാണ്. നല്ല സ്വപ്നമാണ്. ഞാൻ കാണുന്നത്, ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ചുറ്റിലായിട്ട് 6 ഫിലിപ്പൈൻകാരായ സ്ത്രീകൾ, അത് ചെറുപ്പക്കാരാണ്. 6 പേരിങ്ങനെ കട്ടിലിൻ്റെ മുമ്പിൽ, കട്ടിലിന് ചുറ്റിലും നിൽക്കുകയാണ്. ആരും വസ്ത്രമില്ലാത്തവരാണ് അവർ ഓരോരുത്തരും. പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ ഇവരുടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉറക്കം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് മനസ്സിലായി ഞാൻ കിടക്കുന്ന മുറിയാണതൊന്നും. ഞാൻ അവരെ കണ്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഇവരിവിടെ വന്നു, അതെനിക്കൊരു ചോദ്യമായിരുന്നു. ആത്മാക്കളെ കുറിച്ച് എനിക്ക് അറിവുള്ളതുകൊണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഒരു ആത്മാക്കൾക്ക് മനസ്സിലായി എന്തിന് ഇവിടെ വന്നു. ഞാൻ വളരെ വേഗം യേശുവിൻ്റെ നാമത്തെ ഞാൻ അവരെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ അവർ പ്രാർത്ഥന ചോദിച്ചു വന്നവരായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അവരെ ആ രൂപത്തിൽ കണ്ടത്, അതൊരു ചോദ്യമായിരുന്നു. എന്ന് മാത്രമല്ല, അത് കണ്ടപ്പോൾ എനിക്ക് വളരെ അപമാനം തോന്നി. ദൈവമേ, ഞാൻ വചനം പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ട് ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പുറത്തൊരു രാജ്യത്ത് വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഇതാണല്ലോ. എനിക്ക് വലിയൊരു വേദനയും ഒരു അപമാനമായിട്ട് തോന്നിയത്. ഞാൻ ആരോടത് പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞില്ല, മറച്ചു വെച്ചു. പക്ഷെ എൻ്റെ ചോദ്യം ഉള്ളിൽ കടന്ന്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ട് ഇവരിങ്ങനെ വരാൻ കാരണമായി? എന്നെ എല്ലാ ദിവസവും അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന സഹോദരനുണ്ടായിരുന്നു, റാഫി എന്ന് പറയും. അദ്ദേഹം ഇപ്പോഴും ദുബായിലുണ്ട്. ഈ റാഫി സഹോദരനാണ് എന്നെ തൻ്റെ വണ്ടിയിൽ ഓരോ ദിവസവും ഉച്ച കഴിയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലാണ് ശുശ്രൂഷകളുള്ളത്, അവിടെ കൊണ്ടുപോകാൻ അദ്ദേഹം വരും. അപ്പോൾ ഈ റാഫി സഹോദരൻ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുക. അദ്ദേഹം നാട്ടിൽ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്ഥലങ്ങൾ എങ്ങനെയാണ്, ഇവിടുത്തെ മനുഷ്യരെങ്ങനെയാണ്, ഇവിടെ ആൾക്കാർ വ്യഭിചാരം ചെയ്യുന്നവരാണോ,
മദ്യപാനികളുണ്ടോ ഇവിടെ? കാരണം എൻ്റെ അറിവ്, എനിക്ക് അന്ന് ആ ദുബായെക്കുറിച്ച് വലിയ അറിവില്ല. അവിടെ ഒത്തിരിയേറെ കർക്കശമായ നിയമങ്ങളുണ്ട് എന്നും അവിടെ ഒത്തിരിയേറെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദനീയമല്ല എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ വിചാരിച്ചിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇവിടെ ആളുകൾ വ്യഭിചാരം ചെയ്യുന്നവരാണോ, മദ്യപാനികളാണോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് പോലെ, ചുവന്ന തെരുവ് പോലെ തന്നെ സ്ത്രീകൾ പാപം ചെയ്യുന്ന, അല്ലെ പുരുഷന്മാർ പാപം ചെയ്യുന്ന, വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ അനേകം ആൾക്കാർ പാപത്തിൽ ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു. അത് കൂടുതലും ഫിലിപ്പൈൻകാരാണ് എന്നത് എടുത്തു പറഞ്ഞു. ഫിലിപ്പൈൻകാരാണ് അത്. ഫിലിപ്പൈൻ എന്ന് പറഞ്ഞൊരു കത്തോലിക്ക രാജ്യമായിരുന്നു അന്ന്. 100% കത്തോലിക്ക വിശ്വാസ രാജ്യമായിരുന്നു ഫിലിപ്പൈൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ അവർ പണിക്ക് വരികയാണ്, അടുക്കളപ്പണിക്ക് വന്നിട്ട് പലരും പാപത്തിലാണ് ജീവിക്കുന്നത്. ചിലരൊക്കെ ഇവിടെ തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും വസം പറയും, എനിക്ക് വലിയൊരു എന്താ പറയുക, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് കേട്ടത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കണ്ട ഫിലിപ്പൈൻകാർ ഇതാണ്, പാപത്തിൽ മരിച്ചവരാണ്. ഞാൻ അവരെ ബന്ധിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ അവരെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവും ഉണ്ടായില്ല. 2 വർഷത്തേക്ക് 2 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ, അത് പ്രത്യേകമായൊരു ശുശ്രൂഷയാണത്. ഇങ്ങനെ ആത്മാക്കൾ മനുഷ്യരിൽ ആവസിച്ച് മനുഷ്യരിലൂടെ വെളിപ്പെട്ട് സംസാരിക്കുന്ന ഒരു ശുശ്രൂഷയാണത്. അതായത് അനേകം ആളുകൾ അശുദ്ധാത്മാക്കൾ ആവസിക്കുന്നു. നമുക്ക് ബൈബിളിൽ കാണുന്നുണ്ട്, അശുദ്ധാത്മാക്കൾ യേശു പുറത്താക്കി, അപ്പോസ്തലന്മാർ പുറത്താക്കിയെന്ന്. അപ്പോൾ ഇങ്ങനെ വ്യക്തികളിൽ അശുദ്ധാത്മാക്കൾ കുടിയിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇരിക്കാൻ പറ്റും, അവർ വെളിപ്പെടും. അനേകം മനുഷ്യരുടെ ശരീരത്തിൽ അശുദ്ധാത്മാക്കൾ വസിക്കുന്നുണ്ട്, കുടികൊള്ളുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു ക്രൈസ്തവൻ്റെ, കത്തോലിക്കൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എന്നാൽ അവൻ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അതേ ശരീരത്തിൽ തന്നെ അശുദ്ധാത്മാക്കളും വസിക്കുന്നു, കുടികൊള്ളുന്നുണ്ട്. അനേകം ആൾക്കാരിൽ ആ സ്വാധീനമുണ്ട്. ഒരു ധ്യാനത്തിന് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, ദൈവാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ ഈ അശുദ്ധാത്മാക്കൾ ഇരിക്കാൻ പറ്റില്ല. അവർ പുറത്തിയാടും, വെളിപ്പെടും. അവർ വെളിപ്പെടുമ്പോൾ ഈ വ്യക്തിയുടെ, ഏത് വ്യക്തിയിലാണ് അവർ ആവസിച്ചിരുന്നത്, അയാളുടെ ബോധമനസ്സും അയാളുടെ ശരീരവും അയാളുടെ ഇന്ദ്രിയങ്ങളുമെല്ലാം സമ്പൂർണ്ണമായും ഈ അശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. പിന്നെ ആ വ്യക്തിക്ക് അവിടെ യാതൊരു പ്രസക്തി ഇല്ലെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല അവിടെ സംസാരിക്കുക, പ്രവർത്തിക്കുക, വെളിപ്പെട്ട അശുദ്ധാത്മാവാണ്. ഈ അശുദ്ധാത്മാവ് സംസാരിക്കുകയോ ഇയാൾ ചേഷ്ടകൾ കാണിക്കുകയോ അലറി വിളിക്കുകയോ നിലത്ത് കിടന്ന് ഉരുളുകയോ തുപ്പുകയോ ആൾക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഏത് വ്യക്തിയിൽ ആവശ്യിച്ചോ ആ വ്യക്തി അവിടെ ഒന്നുമല്ല. ആ സമയത്ത് ഒരു ഉപകരണം മാത്രം ഈ അശുദ്ധാത്മാവാണ് വെളിപ്പെട്ട് വരുന്നത്. ഇതാണ് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം. ഈ അശുദ്ധാത്മാക്കളെയാണ് യേശുക്രിസ്തു അനേകരിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്.